നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. കാരണം രണ്ടാണ്. ഒന്ന്, എൻ്റെ കുഞ്ഞിന് നല്ല പനിയായിരുന്നു, ആശുപത്രി പരിപാടിയൊക്കെ ആയിട്ട്. അതിനുശേഷം വീട്ടിൽ ഉത്സവമായിരുന്നു, ഉത്സവത്തിന് പോയി. അപ്പം ഫുൾ റുട്ടീൻ തെറ്റി, പഠിത്തത്തിൻ്റെ റുട്ടീൻ തെറ്റി, എല്ലാ റുട്ടീനും തെറ്റി. അപ്പം ആ ഉത്സവത്തിൻ്റെ ക്ലിപ്സാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഇത് ഞാൻ പോകാൻ നേരത്തെ എടുത്തു വെച്ചൊരു ക്ലിപ്പാണ്. വീട്ടിലോട്ട് പോകുമ്പോൾ ബാഗ് പാക്ക് ചെയ്തതാണ്. എനിക്ക് ഉത്സവത്തിന് 6 ദിവസത്തിനുള്ള ഡ്രസ്സ്, കൊച്ചിനുള്ള ഡ്രസ്സ്, പിന്നെ ഈ മറ്റേ സ്കൂൾ ബാഗിലുള്ളത് എൻ്റെ ബുക്സാണ് കേട്ടോ. അപ്പം അതൊക്കെ ആയിട്ട് ഞാൻ വീട്ടിലോട്ട് പോയതിന് ശേഷം എല്ലാവരും തിരക്കായിരുന്നു. ഉത്സവമൊക്കെ ആയിട്ട് എല്ലാ റിലേറ്റീവ്സ് വരുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ നമ്മൾ ഇവിടെ ഒരു റൂട്ടീൻ സെറ്റ് ചെയ്തിട്ട് അവിടെ ചെല്ലുമ്പോൾ ചെറുതായിട്ടൊന്ന് റൂട്ടീൻ തെറ്റും. പഠിത്തമൊന്നും കറക്റ്റായിട്ട് നടക്കത്തില്ല. രാത്രിയിലൊക്കെ ആണെങ്കിൽ ഉറങ്ങും, നന്നായിട്ടിത് പഠിക്കത്തില്ല. സോ ഇവിടെ ആകുമ്പം ഒരു ഡൈനിങ് ടേബിളും സെറ്റപ്പൊക്കെ ഉണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ ഡൈനിങ് ടേബിൾ അപ്പുറത്തെ മുറിയിലാണ്. അപ്പോൾ അവിടെ പോയിരുന്ന് പഠിക്കുക, അങ്ങനെ കുറച്ച് ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അവിടുത്തെ വീട്ടിൽ പോയിട്ട്, അതായത് എൻ്റെ പേരൻസിൻ്റെ വീട്ടിൽ പോയിട്ടുള്ള പഠിത്തം ശരിക്കും നടന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പഠിച്ച 2-3 ക്ലിപ്സൊക്കെയാണ് ഈ കാണിക്കുന്നത്. അതായത് ഞാൻ PSC ബുള്ളറ്റിൻ നോക്കിയായിരുന്നു, ഫെബ്രുവരി എഡിഷൻ നോക്കിയായിരുന്നു, ജനുവരി എഡിഷൻ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു, ഫെബ്രുവരി എഡിഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് SCERT എക്കണോമിക്സ് ആണ് ഞാൻ ഈ വീക്ക്, കഴിഞ്ഞ വീക്കും അതായത് ഈ തീർക്കണം എന്ന് ഓർത്താണ്. കഴിഞ്ഞ വീക്ക് തീർന്നില്ല. അപ്പം ഈ വീക്ക് എക്കണോമിക്സ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. പിന്നെ PSC ബുള്ളറ്റിൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കൊച്ച് എന്തോ പരിപാടി വന്നു. അപ്പോൾ പിന്നെ PSC ബുള്ളറ്റിൻ്റെ ക്ലാസ് ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ് PSC ഡയറി. അപ്പം അത് വെച്ചിട്ട് അത് കേൾക്കുമായിരുന്നു. പിന്നെ കൊച്ചിനെ ജസ്റ്റ് കുളിപ്പിക്കുന്നത് ചെറിയ ചെറിയ ക്ലിപ്സ് എടുത്ത് ഞാൻ വെച്ചാണ് കേട്ടോ. കഴിഞ്ഞ വീക്കിലെ പല ദിവസത്തെ ക്ലിപ്സാണ്. പിന്നെ ഞാൻ കുറച്ച് മലയാളം പോൾസ് ചെയ്താണ്. അപ്പം ടെലഗ്രാം ചാനലുണ്ട്, മലയാളം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ, അതിനകത്തുള്ള പോൾസാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്ത് വിടാം. അപ്പോൾ വളരെ അധികം ഹെൽപ്ഫുള്ളാണ് ഇങ്ങനെ മലയാളം പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡിഗ്രി പ്രിലിംസിന് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മലയാളത്തിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇംഗ്ലീഷിനും ഇതുപോലെ തന്നെ പോൾസ് ഉണ്ട്. മാത്സിനും നമ്മുടെ ട്രിക്ടേൺ ജെറിൻ സാറിൻ്റെ ടെലഗ്രാം ചാനലുണ്ട്, അതിൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നല്ലൊരു പ്രാക്ടീസാണ്. അപ്പം എൻ്റെ മലയാളത്തിൻ്റെ മാർക്ക് ശരിക്കും ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആദ്യം എനിക്ക് 10-ൽ 3, 2, 4 കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പം 5-ന് മേളിൽ 7 ആ ഒരു ലെവലിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം മലയാളം പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ മാർക്ക് ഇംഗ്ലീഷ് ചെയ്ത്, മലയാളം ഏറ്റവും കൂടുതൽ ഞാൻ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത് മലയാളം ഫസ്റ്റ് ബെൽ എന്ന് പറഞ്ഞ ടെലഗ്രാം ചാനൽ യൂസ് ചെയ്തിട്ടാണ്. അപ്പം എൻ്റെ മാർക്ക് അത്യാവശ്യം നന്നായിട്ട് 8 വരെയൊക്കെ ഞാൻ മലയാളത്തിൻ്റെ മാർക്ക് സ്കോർ ചെയ്യാറുണ്ട്. SCERT എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് ഞാൻ പുറകോട്ട് പോകുന്നത്. അപ്പോൾ SCERTയുടെ മലയാളം കൂടെയൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഫുൾ മാർക്സ് തന്നെ ക്വാളിഫൈ ചെയ്യാൻ പറ്റും, നിങ്ങൾക്കും പറ്റും. എപ്പം SCERT മലയാളവും അതിൻ്റെ കൂടെ വൊക്കാബുലറി ഉള്ള ഏതെങ്കിലും ടെലഗ്രാം ചാനൽ ഫസ്റ്റ് ബെൽ മലയാളം ഞാൻ നന്നായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. നല്ല ചാനലാണ്. അതും കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മലയാളം നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് ഈ ഒരു കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നില്ലായിരുന്നു, മാത്സും ചെയ്യുന്നില്ലായിരുന്നു. ഇത് ഇന്നലത്തെ ഫുട്ടേജാണ്. 11 മണി, അത് കുഞ്ഞ് ഉറങ്ങി, 10:30 ഉറങ്ങി. അരമണിക്കൂർ ഞാൻ അവിടെ കിടന്നുപോയി, എഴുന്നേറ്റില്ല. നമുക്ക് കുഞ്ഞ് ഉറങ്ങി കഴിഞ്ഞ് അവിടെ കിടക്കുന്നൊരു ഇതുണ്ടല്ലോ, ഒരു 10-15 മിനിറ്റ് അമ്മമാർക്കറിയായിരിക്കും. സോ 11 മിനിറ്റ് എനിക്ക് എഴുന്നേറ്റു. അത് കഴിഞ്ഞിട്ട് പഠിക്കാനായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് PKയുടെ എക്കണോമിക്സിൻ്റെ ക്ലാസ്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം രാത്രി എക്കണോമിക്സ് ഭയങ്കര ഡ്രൈ ആണ്. ഒന്നാമത് എനിക്ക് എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് അല്ല, ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ എക്കണോമിക്സിൻ്റെ പല കാര്യങ്ങളും എനിക്ക് പുതിയതാണ്. എനിക്ക് ഭയങ്കര പാടാണ് എക്കണോമിക്സ് പഠിക്കാൻ. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആണ്. പഠിച്ച് വരുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ്. കൺസെപ്റ്റ്സ് പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ എനിക്ക് കൺസെപ്റ്റ്സ് പഠിക്കാൻ ഇഷ്ടമാണ് ഫാക്സിനേക്കാളും. ഇപ്പോൾ കൺസെപ്റ്റ്സ് പഠിക്കാൻ ഇഷ്ടമാണ്. അതിൻ്റെ ഇടയ്ക്ക് കടല നിന്നുകൊണ്ടാണ് പഠിക്കുന്നത് കേട്ടോ. എന്തെങ്കിലും സ്നാക്സ് ഉണ്ടെങ്കിൽ ഉറക്കം വരാതൊക്കെ ഇരിക്കും. എന്നാലും പക്ഷേ ഇന്നലെ ഞാൻ ശരിക്കും കുറേ നേരം ഇരുന്നില്ല. 4 മണി 3:30 വരെയൊക്കെ ഇരിക്കണം എന്ന് ഓർത്താണ്. പക്ഷേ ഇരിക്കാൻ പറ്റില്ല. സ്നാക്സൊക്കെ പഠിച്ച് ഞാൻ അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ആക്ച്വലി കുറേ ദിവസങ്ങളായി എക്കണോമിക്സ് തുടങ്ങിയിട്ട് 16 ക്ലാസ്സാണ് എക്കണോമിക്സിൻ്റെ PKക്കകത്തുള്ളത്. ഞാൻ ഇപ്പം 9 വരെ ആയിട്ടുണ്ട് പഠിച്ച്. അപ്പം ഈ വീക്ക് തന്നെ എക്കണോമിക്സ് തീർക്കണം. ഇനി കുറച്ച് ദിവസങ്ങളുണ്ട്. 65 ദിവസങ്ങളേ ഉള്ളൂ. മെയ് 24-ാം തീയതിയാണ് ഫസ്റ്റ് പ്രിലിംസിൻ്റെ എക്സാം നടക്കുന്നത്. അതിൽ നമുക്ക് ഉണ്ടോയെന്ന് അറിയത്തില്ല. പക്ഷേ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ ഏകദേശം ഒരു 65-66 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പ്രിലിംസിനുള്ളൂ. ഒരുപാട് സിലബസ് കവർ ചെയ്യാമെന്ന് വെച്ചാൽ വേൾഡ് ഹിസ്റ്ററി ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കുറേ ഭാഗം കവർ ചെയ്യാനുണ്ട്, ബാക്കി കവർ ചെയ്യാൻ കിടക്കുന്നു. എക്കണോമിക്സ് ഒരറ്റത്തുനിന്ന് തുടങ്ങിയതേ ഉള്ളൂ. ബാക്കി മൊത്തം ഹിസ്റ്ററി, ജോഗ്രഫി കുറേ എല്ലാം കിടക്കുവാണ്. CA നോക്കാനുണ്ട്. എല്ലാം കൂടെ ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആങ്സൈറ്റി വരും. അതുകൊണ്ട് ഞാൻ ആലോചിക്കുന്നില്ല. അതിനുശേഷം ഇടയ്ക്കൊന്ന് കൊച്ചെണീറ്റു, അവളെ ഒരു ഫീഡ് ചെയ്യാൻ പറ്റൊരു അരമണിക്കൂർ പോയി. പിന്നെ ഞാൻ ഇരുന്ന് വീണ്ടും ഞാൻ ക്ലാസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ അതിനകത്ത് പഠിച്ചുകൊണ്ടിരുന്ന പോർഷൻ നമ്മുടെ CRR SLR എന്നൊക്കെ പറയുന്ന ആ ഒരു ഏരിയയിലെ എനിക്ക് ഭയങ്കര പാടായിരുന്നു. പക്ഷേ ഈ PKയുടെ ക്ലാസ്സിനകത്ത് ഭയങ്കര സിമ്പിളായിട്ടാണ് സാറ് പറഞ്ഞിരുന്നത്. എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പം അതും
അതിന് ശേഷം പഠിപ്പിച്ച പോർഷൻ കുറച്ച് ബാങ്കിങ് ആയിരുന്നു. അത് ഒരിച്ചിരി പാടുപോലെ തോന്നി. സോ പുള്ളി നന്നായിട്ട് പഠിപ്പിക്കും കേട്ടോ, ഭയങ്കര കോമഡിയൊക്കെയാണ്, നല്ല രസമാണ് പഠിപ്പിക്കുന്നത് കേൾക്കാൻ. സോ അതൊക്കെ എഴുതിയെടുത്തു. പക്ഷേ എനിക്ക് ഒരു 2 മണി, അത് കുറേ ദിവസമായിട്ട് രാത്രിയിൽ ഇരിക്കാത്തതുകൊണ്ട് 2 വരെയൊക്കെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. കുറച്ചും കൂടെ നേരം ഞാൻ ആക്ച്വലി എനിക്ക് ഉറക്കം വരാതെ ഇരിക്കുന്നതാണ്, പക്ഷേ എനിക്ക് ഭയങ്കര എന്തോ ഉറക്കം വരാതെ റൂട്ടീൻ ബ്രേക്ക് ആയതുകൊണ്ടാണ്. അപ്പോൾ 2 ഒക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഉറങ്ങാൻ തീരുമാനിച്ചു. 2 ആയപ്പോൾ പക്ഷേ കിടന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ആങ്സൈറ്റി, ദൈവമേ പഠിച്ചില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇതൊരു ജേണലാണ്, ഇതിനകത്ത് ഞാൻ ജസ്റ്റ് എഴുതി എന്നെ ഒന്ന് സമാധാനിപ്പിച്ചു. ഞാൻ തന്നെ എന്നോട് തന്നെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഞാൻ കിടക്കാനായിട്ട് പോയി. ആക്ച്വലി 2:30 ആയപ്പോൾ കിടക്കാൻ പോയെങ്കിലും ഞാൻ ഉറങ്ങിയപ്പോൾ ഒരു 3 മണിയൊക്കെയോളമായി. അപ്പം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.